ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യ നവി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ ഓഫീസ് പാൻട്രിയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ബഹളമൊക്കെ ഉണ്ട്, കാരണം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, രാവിലെ തിരക്കാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാവ് ബജി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് കല്യാണത്തിന് മുമ്പ് ബെഡ് സ്പേസിൽ താമസിച്ച കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എനിക്ക് ഇത് കഴിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു റെസിപ്പി ആയിരുന്നു. അവരെന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ശബ്ദം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഞാൻ ഇന്ന് ഫോളോ ചെയ്തത് നമ്മുടെ ഷമീസ് കിച്ചണാണ്. ഷമീസ് കിച്ചൻ്റെ പാവ് ബജിയാണ് ഞാൻ നോക്കി ഉണ്ടാക്കിയത്. അപ്പോൾ കോളിഫ്ലവർ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, അത് ഞാൻ പച്ച ഇതാണ് വാങ്ങിച്ചത്. പിന്നെ ക്യാപ്സിക്കം, സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പൊറ്ററ്റോയും ക്യാരറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ആദ്യം ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ടു. ബട്ടർ മെൽറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഷമീസ് കിച്ചണിൽ പറയാത്ത 2 ഇൻഗ്രീഡിയൻസ്, കുറച്ച് ജീരകവും ഉലുവയും കൂടെ ഇട്ടു. കാരണം ഞാൻ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് പറഞ്ഞു തന്നതാണ്. ചോപ്ഡ് ചെറുതായിട്ട് അരിഞ്ഞ ഒനിയനും കൂടി ഇട്ടു. നന്നായി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ക്യാപ്സിക്കും തക്കാളിയും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഇത് നന്നായിട്ട് ഇതായപ്പോഴേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണിൽ അധികം ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾ, കാശ്മീരി ചില്ലി, പിന്നെ ഒരു പേരിന് ഒരു നുള്ള് എന്ന് പറഞ്ഞ പോലെ മല്ലിപ്പൊടി ഇട്ടായിരുന്നു. പിന്നെ ഒരു 4 സ്പൂൺ പാവ് ഭാജി മസാല ഇട്ടു. പിന്നെ ഞാൻ ഉടച്ച് വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് തട്ടി. പിന്നെ നമ്മുടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടു. ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഗ്രേവി ആക്കി. പറയാതിരിക്കാൻ വയ്യ, അമ്മ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായി. ഇതുവരെ കഴിച്ചിട്ടോ തിന്നിട്ടോ ഇല്ല, ഉണ്ടാക്കിയിട്ടോ ഇല്ല അമ്മ. പക്ഷെ അമ്മയാണ് രാവിലെ എന്നെ ഇത് ഉണ്ടാക്കാൻ കൂടുതലും സഹായിച്ചത്. ഞാൻ ജസ്റ്റ് നിന്ന് ഇളക്കി വയ്ക്കുകയുള്ളൂ. അപ്പോൾ ദോശ തവയിൽ നമ്മളൊരു കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് പാവ് ഭാജി മസാല ഇട്ടിട്ട് പാവ് ബണ്ണ്, വടാപാവ് അങ്ങനല്ല പാവ് അങ്ങനെയല്ലേ പറയുക, അത് ഞാൻ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ ഭാജിയും പാവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഇതൊക്കെ സെർവ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ധൃതി പിടിച്ചതൊക്കെ പാക്ക് ചെയ്ത് ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയിരുന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എനിക്ക് ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ചൂടൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ ചായയും കൂട്ടി രാവിലെ കഴിച്ചതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.